മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 4 വീഡിയോ ആണ്. പാർട്ട് 3 വരെയുള്ള നമ്മൾ ഓൾറെഡി പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീഡിയോസിൽ അരിത്തമാറ്റിക് സീക്വൻസ് ഒക്കെ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു പ്രത്യേക നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു ഫിക്സഡ് നമ്പർ ഇപ്പോൾ 3 എന്ന് പറയുന്ന ഒരു നമ്പർ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ 1 + 3 4 4 + 3 7 അങ്ങനെ പോകുന്ന സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുക. അതിൽ ആഡ് ചെയ്ത് പോകുന്നതിന് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കും. ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത് എന്താണ്? 3 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. പിന്നെ ഇതിനെ നമ്മൾ ടേംസ് എന്ന് പറയും. ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം 4 ആണ്, ഇതെന്താണ് 7, തേർഡ് ടേം എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് എല്ലാ സീക്വൻസിനെയും അല്ലെങ്കിൽ എല്ലാ നമ്പർ സീക്വൻസും അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അതിന് നമ്മൾ എക്സാമ്പിൾ കണ്ടു 1 4 9. ഇതെന്താണ്? നമ്പർ സീക്വൻസ് ആണ്. കാരണം ഇതെന്താണ്? സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. പക്ഷെ ഇത് അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. കാരണം ഇവിടെ ഡിഫറൻസ് കോമൺ അല്ല, അല്ലെ? അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല. അവിടെ ആഡ് ചെയ്യുന്നത് 3 ആണ്, പക്ഷെ അടുത്തതിൽ ആഡ് ചെയ്യുന്നത് എന്താണ്? 5 ആഡ് ചെയ്താലാണ് 4 + 5 ആണ് 9 കിട്ടുക. അപ്പൊ അരിത്തമാറ്റിക് സീക്വൻസ് എന്താണ്? ഏതൊക്കെ അരിത്തമാറ്റിക് സീക്വൻസിൽ പെടും, ഏതൊക്കെ പെടൂല? ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാം. ഇനി ഞാനൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അപ്പൊ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ഉണ്ട്. ഇപ്പൊ നമ്മൾ ഏതൊരു നാച്ചുറൽ നമ്പർ അറിയാലോ, 1 2 3 4 ഇങ്ങനെ പോകുന്നത്. ഇതിനൊരു എൻഡ് ഒന്നുമില്ല. 100 ഉണ്ടാവും, ഇതിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 1000 ഉണ്ടാവും, 10000 ഉണ്ടാവും. ഇതിൽ ഏതൊരു നമ്പറിനെയും നമ്മൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ, ഏതൊരു നമ്പർ എടുത്തിട്ട് ഇപ്പൊ ഞാൻ 3നെ 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? നമുക്ക് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എന്ത് വരും? 0 എന്ന് വരും. അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മൾ 4നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് റിമൈൻഡർ എന്ത് വരും? 1 എന്ന് വരും. ആണോ? ഇനി 5നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് റിമൈൻഡർ എന്ത് വരും? 2 എന്ന് വരും. ഇനിയിപ്പോ വേറെ ഏതൊരു നമ്പറും, ഇനിയിപ്പോ ഞാനൊരു വലിയ നമ്പർ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 998 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ഇതിനെ ഞാൻ 3 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് വരും? 3 3s are 9 0 9. വീണ്ടും എന്ത് വരും? 3 3s are 9 0 8 2 2 3s are 6 റിമൈൻഡർ 1 ആണോ? അപ്പോ ഇവിടെ നിങ്ങൾ ഇത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഏതൊരു സംഖ്യനെ എടുത്തിട്ട് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് 3 സാധ്യതകളാണ് ഉള്ളത്. ഒന്നുമില്ലെങ്കിൽ റിമൈൻഡർ 0 വരാം, അല്ലെങ്കിൽ റിമൈൻഡർ 1 വരാം, അല്ലെങ്കിൽ റിമൈൻഡർ 2 വരാം. ഇതുവരെ ഓക്കെ ആണോ? കണ്ടോ? അപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് റിമൈൻഡർ 1 ആണ് വന്നത്. അപ്പോൾ ഏതൊരു സംഖ്യ എടുത്തു കഴിഞ്ഞാലും, ഏതൊരു വലിയ സംഖ്യ എടുത്തു കഴിഞ്ഞാലും, എത്ര ഡിജിറ്റുള്ള സംഖ്യ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ 3 കേസിലാവും വരിക. ഒന്നുമില്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരാം, റിമൈൻഡർ 1 വരാം, റിമൈൻഡർ 2 വരാം, റിമൈൻഡർ 3 വരാം. ഇത്രയും കാര്യം ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ആ നമ്പേഴ്സിന്റെ സീക്വൻസ് ഒന്ന് എഴുതി നോക്കുകയാണ്. എന്നിട്ട് അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ റിമൈൻഡർ 0 വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അതൊക്കെ 3ന്റെ ഗുണിതങ്ങളായിരിക്കും, അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും, ആണല്ലോ? അപ്പൊ ഇതിലെ ഈ സീക്വൻസിലെ ഏതൊരു സംഖ്യ എടുത്തു കഴിഞ്ഞാലും അതിന്റെയൊക്കെ റിമൈൻഡർ 0 ആയിരിക്കും. അതാണ് എഴുതിയിട്ടുള്ളത്, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 3. അതിൽ ഏതെങ്കിലും ഒരു സംഖ്യ, അപ്പൊ ഞാനിത് അപ്പൊ 12 എടുത്തു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 4 3s are 12 റിമൈൻഡർ 0. കണ്ടോ? അപ്പൊ ഈ ഒരു സീക്വൻസിലെ ഏത് ടേമിനെടുത്ത് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. അതേമാതിരി അടുത്ത സീക്വൻസിൽ 3 കേസാണുള്ളത്. അതാണ് ഈ 3 കേസ് കാണിച്ചിട്ടുള്ളത്. അടുത്ത എന്താണ്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സീക്വൻസ് ആണ്. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ എക്സാമ്പിളിന് 10 എടുത്ത് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ റിമൈൻഡർ 1 ആണോ നോക്കിയാൽ പോരെ? 3 3s are 9. റിമൈൻഡർ എന്തുണ്ടാവും? 1 തന്നെയാണ്. അപ്പോൾ ഈ സീക്വൻസിലെ ഏത് ടേം എടുത്ത് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും റിമൈൻഡർ 1 ആയിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് ഏതാണ്? റിമൈൻഡർ 2 ഉള്ളത് ഉണ്ടാവും. ഇപ്പൊ ഈ സീക്വൻസിൽ ഇപ്പൊ ഞാൻ 11 എടുത്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 3 3s are 9 വരും. ബാക്കി എന്തുണ്ടാവും? റിമൈൻഡർ 2. ഈ സീക്വൻസിലെ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് റിമൈൻഡർ 2 കിട്ടും. ഇതിൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടും, റിമൈൻഡർ 3 കിട്ടും. അപ്പൊ ഇത് ഓരോന്നും എന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ? ഒന്ന് ആദ്യം കാണിച്ചു തരാം. ഇവിടെ 3ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്താണ് ആഡ് ചെയ്ത് പോകുന്നത്? 3 ആണല്ലോ, ആണോ? എല്ലാത്തിലൂടെയും 3 3 ആഡ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇതെന്താണ്? ഫസ്റ്റ് ടേം 3യും കോമൺ ഡിഫറൻസ് 3യും ആയിട്ടുള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇതെന്താണ്? ഫസ്റ്റ് ടേം 1ഉം കോമൺ ഡിഫറൻസ് എന്താ ആഡ് ചെയ്ത് പോകുന്നത്? ഇവിടെയും ആഡ് ചെയ്ത് പോകുന്നത് 3 തന്നെയല്ലേ? അപ്പൊ ആഡ് ചെയ്ത് പോകുന്നത് 3 തന്നെ. അതുമായിട്ടുള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇതെന്താണ്? ഫസ്റ്റ് ടേം 2ഉം കോമൺ ഡിഫറൻസ് 3യും ആയിട്ടുള്ള അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. ഇതുവരെ ഓക്കെ ആണോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുകയാണ്. ഇപ്പൊ നിങ്ങളോട് ഇങ്ങനെ ഒരു സീക്വൻസിന്റെ കാര്യം പറഞ്ഞത് വായിച്ചു നോക്കുക. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡു നോട്ട് ലീവ് എ റിമൈൻഡർ 1 വെൻ ഡിവിഷൻ ബൈ 3. അതായത് റിമൈൻഡർ 1 തരാത്ത നമ്പറുകൾ, അതായത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 തരാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 2 നമുക്ക് എടുത്തൂടെ. 1 തരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷനും കൺസിഡർ ചെയ്യാം, ഈ ഒരു സെക്ഷനും കൺസിഡർ ചെയ്യാം. അതായത് റിമൈൻഡർ 0യും കിട്ടാം, ഏതും കിട്ടാം, റിമൈൻഡർ 2ഉം കിട്ടാം. അപ്പൊ അത് രണ്ടും കൂടി കൂടിയതാവൂലേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിമൈൻഡർ 1 തരാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പേഴ്സ് ഈ ഒരു സീക്വൻസിന് ഒഴിവാക്കിയാൽ പോരെ. അപ്പൊ ബാക്കിയുള്ള നമ്പേഴ്സ്, ഇതിൽ പെടാത്ത നമ്പേഴ്സ് ആരൊക്കെ നോക്കിയാൽ പോരെ. അപ്പൊ നമുക്ക് ആ സീക്വൻസ് ഇത് വരും 2 3 5 6 8. അതായത് 2 വരും, പിന്നെ ഇവിടെ 3 വരും, പിന്നെ ഇവിടെ അടുത്ത വലുത് ഏതാ 5 വരും, പിന്നെ ഇവിടെ 6 വരും, പിന്നെ ഇവിടെ 8 വരും, 9 വരും. ഓക്കെ ആണോ? അപ്പൊ ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? ഒന്ന് നോക്കി നോക്ക്, നിങ്ങൾക്ക് നോക്കാം. ഇവിടെ എന്താ ആഡ് ചെയ്ത് പോകുന്നത്? 2 3 ആവാൻ 1 ആയി. പക്ഷെ ഇവിടെ 3 5 ആവാൻ നമ്മൾ ആഡ് ചെയ്തത് 2 ആണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ പറഞ്ഞുകൂടെ ഇത് അരിത്തമാറ്റിക് സീക്വൻസ് അല്ല, കാരണം അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പൊ ഫസ്റ്റ് കാര്യം ഇത് മനസ്സിലാക്കുക. ഇപ്പൊ ഡിവിഷൻ ബൈ 3 3 പോസിബിലിറ്റീസ് ആണുള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ശ്രദ്ധിച്ചു വെക്കണം. ഇപ്പൊ ഡിവിഷൻ ബൈ 3 3 പോസിബിലിറ്റി ആണ്. റിമൈൻഡർ, അതായത് ഇങ്ങനെയും കൂടി ആലോചിച്ച് നോക്കൂ കേട്ടോ. ഡിവിഷൻ ബൈ 3 3 പോസിബിലിറ്റി ആണുള്ളത്. ഇങ്ങനെ വരക്കാം. 3 പോസിബിലിറ്റി ഏതൊക്കെയാ പോസിബിലിറ്റി? ഒന്നുമില്ലെങ്കിൽ റിമൈൻഡർ എന്താവാം? 0 വരാം, 1 വരാം, 2 വരാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് ചോദിക്കട്ടെ, വെറുതെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡിവിഷൻ ബൈ 4 ആണെങ്കിലുള്ള പോസിബിലിറ്റി എന്തൊക്കെയാവും? ഡിവിഷൻ ബൈ 4 കൊണ്ടാ ഹരിക്കണമെങ്കിലുള്ള പോസിബിലിറ്റി എന്തൊക്കെയാവും? റിമൈൻഡർ എന്തൊക്കെ വരാം? 4 കേസ് ഉണ്ടാവും. 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. ക്ലിയർ ആണോ? ഇനിയിപ്പോ ഡിവിഷൻ ബൈ 6 ആണെങ്കിലുള്ള പോസിബിലിറ്റീസ്, അല്ലെങ്കിൽ ഡിവിഷൻ ബൈ 6 ആണെങ്കിലുള്ള പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ടാവും. ആണോ? ഓക്കെ ആണോ? അപ്പൊ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഹോൾ നമ്പേഴ്സിനെ നമുക്ക് ഇത്രയും ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇത്രയും ഡിവിഷൻസ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊന്ന് ഐഡിയ ഉണ്ടാക്കി വെക്കുക. വലിയ ഉപകാരമൊന്നുമില്ല. എനിവേ നമുക്ക് ഈ സെക്ഷനിലെ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോബ്ലം എന്താ പറയുന്നത് നോക്കാം. അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ സെക്ഷനിലുള്ള അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന സെക്ഷനിലുള്ള പ്രോബ്ലംസ് നോക്കാം. അപ്പൊ ഫസ്റ്റ് പ്രോബ്ലം ഇവിടെ എന്ത് പറയുന്നുണ്ട്? ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി സീക്വൻസസ് ബിലോ. ഇവിടെ താഴെ ഓരോ സീക്വൻസ് തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള റീസൺ, അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അതിനുള്ള റീസൺ, ആണെങ്കിലും അതിനുള്ള റീസൺ. അങ്ങനെയാണ്. ഇനി അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ അവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കോമൺ ഡിഫറൻസ് എന്താണെന്നും കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? കോമൺ ഡിഫറൻസ് എന്താണെന്നുള്ളതും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. ഞാൻ പറഞ്ഞു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കേസാണ്. അത് അറിഞ്ഞിരിക്കണം എന്നൊന്നുമില്ല. ഇവിടെ നമുക്ക് റിമൈൻഡർ 1 വരുന്നത്. അപ്പൊ ഏതാവും? 1 ഉണ്ടാവും. പിന്നെ അടുത്തത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഡിവിഷൻ ബൈ 4 ആണല്ലോ. അപ്പൊ 4 ആഡ് ചെയ്ത് പോയാൽ മതി. 5 9. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും. നോക്കാം. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ 9 ഇപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണോ ചെക്ക് ചെയ്താൽ പോരെ. 2 4s are 8. റിമൈൻഡർ 1 തന്നെയല്ലേ. അപ്പോൾ ഇതായിരിക്കും സീക്വൻസ് 1 5 9 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? ഇവിടെ എന്താ ആഡ് ചെയ്ത് പോകുന്നത്? 4 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. ആണോ? അപ്പൊ ഇതെന്ത് എഴുതാം? യെസ്, ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. കാരണം നമ്മൾ എന്ത് എഴുതാം? സീക്വൻസ് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു? സീക്വൻസ് സ്റ്റാർട്ട് വിത്ത് 1 ആൻഡ് ഹാവ് എ കോമൺ ഡിഫറൻസ് ഓഫ്, എന്താണ് കോമൺ ഡിഫറൻസ് ഇവിടെ? ഹാവ് എ കോമൺ ഡിഫറൻസ് ഓഫ് 4 ആണല്ലേ. 4 അല്ലേ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ കോമൺ ഡിഫറൻസ് എന്താണ്? 4 ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ആൻസർ. ഇങ്ങനെ വേണം നമ്മളെല്ലാതും ചെക്ക് ചെയ്യണം അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളത്. അപ്പൊ ഫസ്റ്റത്തെ മനസ്സിലായോ? ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. അപ്പൊ അതൊന്നും മൊത്തത്തിൽ പറയുന്നുണ്ട്. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വായിക്കുന്നുണ്ട് കേട്ടോ. 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? 3 പോസിബിലിറ്റീസ് വരും. അല്ല, 4 പോസിബിലിറ്റീസ് വരും. റിമൈൻഡർ 0 ആവാം, റിമൈൻഡർ 1 ആവാം, റിമൈൻഡർ 2 ആവാം, റിമൈൻഡർ 3 ആവാം. അപ്പൊ നമുക്ക് ആ 4 സീക്വൻസ് എന്തൊക്കെ വരുന്നു ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഞാൻ സ്പീഡിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ.
ഇപ്പം എന്ത് വരും? ഡിവിഷൻ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളും കേട്ടോ. ഡിവിഷൻ ബൈ 4 നമുക്ക് എത്ര പോസിബിലിറ്റി ഉണ്ട്? 4 എണ്ണം. ഓക്കെ, ഒന്നെന്താവാം? റിമൈൻഡർ 0, റിമൈൻഡർ 1, റിമൈൻഡർ ഇത് റിമൈൻഡർ എന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയി എഴുതേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും പോസിബിലിറ്റി ഉള്ളു. റിമൈൻഡർ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് 4ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അപ്പോൾ ആ സംഖ്യകൾ ഏതൊക്കെയാവും? 4ന്റെ മൾട്ടിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്നത് 4, 8, 12 ഇങ്ങനെ പോകുന്ന സംഖ്യകൾ. റിമൈൻഡർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സംഖ്യ 1 തന്നെ ആവും. പിന്നെ എന്ത് വരും? ഇത് കൂടെ 4 ആഡ് ചെയ്ത് ഇങ്ങനെ പോയാൽ മതി. 1, 5 നമ്മൾ നേരത്തെ പറഞ്ഞ സീക്വൻസ് 9 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. ഇനി റിമൈൻഡർ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സംഖ്യ 2 തന്നെ, പിന്നെ അതിലൂടെ 4 ആഡ് ചെയ്ത് പോവുക. അപ്പോൾ 2 + 4 6, 6 + 4 10 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. റിമൈൻഡർ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തന്നെ, പിന്നെ അതിലൂടെ 4 ആഡ് ചെയ്ത് പോവുക. 7, 7 + 4 11 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് അരിത്തമാറ്റിക് സീക്വൻസ് ആണല്ലേ? കാരണം എല്ലാത്തിൻ്റെയും കോമൺ ഡിഫറൻസ് എന്താണ്? 4. എന്തെടുത്താലും ഇതൊക്കെ സെപ്പറേറ്റ് നോക്കുമ്പോൾ കോമൺ അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് ആണ് വിത്ത് കോമൺ ഡിഫറൻസ് 4. അപ്പോൾ സെപ്പറേറ്റ് നോക്കുമ്പോൾ സീനില്ല. അവിടെ എന്താ പറയുന്നത്? നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 1 or 2. അപ്പോൾ 1 അല്ലെങ്കിൽ 2. അപ്പോൾ നമുക്ക് ഏതൊക്കെ രണ്ടെണ്ണം കൺസിഡർ ചെയ്യണം? ഇതും കൺസിഡർ ചെയ്യണം, ഇതും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് സീക്വൻസും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ നോക്കിയാൽ പോരാ. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് നമ്പർ 1 വരും, പിന്നെ ഇവിടുന്ന് ആര് വരും? 2 വരും, പിന്നെ വലുതേതാ? 5 വരും, പിന്നെ ഇവിടെ 6 വരും, പിന്നെ ഇങ്ങനെ പോകുന്ന സീക്വൻസ്. 6 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 9 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്, ഇങ്ങനെ പോകുന്ന സീക്വൻസ്. അപ്പോൾ നമുക്ക് നോക്കാം അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന്. ഇവിടെ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? 1 2 ആവാൻ 1 ആഡ് ചെയ്തു, പിന്നെ 2 5 ആവാൻ നമ്മൾ 3 ആണ് ആഡ് ചെയ്തത്. വീണ്ടും 1 വന്നു, വീണ്ടും 3 വന്നു. അപ്പോൾ ഇവിടെ എന്തില്ല? അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഫസ്റ്റ് ഈ രണ്ടെണ്ണം ടേം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് എന്താണ്? 2 - 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. എന്നാൽ അടുത്ത രണ്ട് ടേം 6 - 5 എടുത്തു കഴിഞ്ഞാൽ അവിടെ റിമൈൻഡർ അല്ല, 6 - 5 വേണ്ട, ഒരു 5 - 2 നമുക്ക് അല്ലാന്ന് കാണിച്ചാൽ പോരെ. ഏതെങ്കിലും എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുക. ഇനി 5 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 - 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3. അപ്പൊ എന്ത് എഴുതാം? there is no common difference ആണോ? കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇതെന്തല്ല? ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് അരിത്തമാറ്റിക് സീക്വൻസ്. അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അങ്ങനെ എഴുതി അവസാനിപ്പിക്കണേ. അപ്പോൾ ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള സീക്വൻസ്. നമുക്ക് ആവശ്യമുള്ള സീക്വൻസ്, ആൻസറിൽ ആവശ്യമുള്ള സീക്വൻസ് ഇതാണ് 1 2 5 6 9 10. കാരണം റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള സീക്വൻസ്. ഇതാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള സീക്വൻസ്. ഓക്കെ, ക്ലിയർ ആണ് കരുതുന്നു. ഇത് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു മാത്രം. ഇങ്ങനെ ഇപ്പൊ ഡിവിഷൻ ബൈ 5 ആണെങ്കിലും അപ്പൊ ഇനി ക്ലാസിഫൈ ചെയ്യാൻ മനസ്സിലായല്ലോ. അപ്പൊ ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ വന്നില്ലാന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താണ്? നോ ആണ്, അരിത്തമാറ്റിക് സീക്വൻസ് അല്ല ആ ക്വസ്റ്റ്യൻ ആൻസർ. പക്ഷെ സെപ്പറേറ്റ് നോക്കുകയാണെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇവിടെ ഓർ ആണ്, 1 or 2 എന്ന് പറഞ്ഞിട്ടത്. അപ്പൊ അത് അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ക്ലിയർ ആണ് കരുതുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തേൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ നോക്കാം. ഒരു മിനിറ്റ്, അത് മായ്ക്കുന്നുണ്ടേ. നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് എന്താണെന്ന് അറിയാം. ഇനി നമുക്ക് അതിന്റെ സ്ക്വയറിനെ കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 ഇതെല്ലാം നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണ്, അതിൽ ഡൗട്ട് ഇല്ല. അതിന്റെ സ്ക്വയേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 1ന്റെ സ്ക്വയർ ആയിട്ടുള്ള 1, 2ന്റെ സ്ക്വയർ ആയിട്ടുള്ള 4, 3ന്റെ സ്ക്വയർ ആയിട്ടുള്ള 9 ഇങ്ങനെ പോകുന്നത്. ഇത് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലല്ലോ. കാരണം ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് 3 ആണ്, ഇവിടെ പക്ഷെ നമ്മൾ ആഡ് ചെയ്തത് 5 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും 4 - 1 എന്ന് പറയുന്നത് 3 ആണ്. പക്ഷെ ഇത് എന്തിനോട് ഈക്വൽ അല്ല? 9 - 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഹെൻസ് മൂന്നാമത്തേന്റെ ആൻസർ ആണ്. മൂന്നാമത്തേന്റെ ആണ്. ഹെൻസ് there is no common difference ആണോ? കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പൊ therefore this is not arithmetic sequence. therefore this is not arithmetic sequence എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാട്ടോ. ഇതുവരെ ക്ലിയർ ആയോ? ഡൗട്ട് ഒന്നും ഇല്ല കരുതുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പർ. അതും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞിട്ടില്ലേ? റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? തിരിച്ചിട്ടത്. നാച്ചുറൽ നമ്പേഴ്സിന് നമുക്കറിയാം 1 2 3 4. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 1നെ തിരിച്ചിട്ട 1/1 തന്നെ. മറ്റേ 2നെ തിരിച്ചിട്ട് എന്ത് വരും? 1/2. 3യുടെ എന്താ റെസിപ്രോക്കൽ എന്താണ്? 1/3 വരും. 4ന്റെ 1/4. അപ്പൊ അതിന്
അതെന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും 1/1 1/2 1/3 1/4 ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ. ആദ്യം ഈ രണ്ട് ടേം എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഡിഫറൻസ് എന്താ നോക്കുക. 1/2 -1 ആണ്, അല്ലെങ്കിൽ 1/1. അപ്പൊ എന്ത് വരും 1 - 2/2 എന്ന് വരും, അല്ലെങ്കിൽ -1/2 എന്ന് വരും. അപ്പൊ അവിടെ ഡിഫറൻസ് -1/2. ഇനി ഈ രണ്ടെണ്ണം എടുത്ത് നോക്കുകയാണ്, ഏത് ഈ രണ്ടെണ്ണം. അപ്പൊ എന്ത് വരും 1/3 - 1/2 കണ്ടു നോക്കുക. അപ്പൊ എന്ത് വരും 2 - 3/2 × 3 6 എന്ന് വരും. അപ്പോൾ -1/6. ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ. -1/2 ആണ് ഇവിടെ കിട്ടിയത്, ഇവിടെ -1/6 ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും there is no common difference. അവിടെയും എന്തില്ല, കോമൺ ഡിഫറൻസ് ഇല്ല. കോമൺ ഡിഫറൻസ് ഇല്ല. നമുക്ക് എന്തെഴുതാൻ പറ്റും, hence it is not അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ ആണോ, അരിത്തമാറ്റിക് സീക്വൻസ് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പൊ ഇത് ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, പവേഴ്സ് ഓഫ് 2. 2ന്റെ പവേഴ്സ് നോക്കാം, മാറ്റി വെക്കുന്നുണ്ട്. 5ാമത്തെയാണ് പറയുന്നത് പവേഴ്സ് ഓഫ് 2. 2ന്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പവർ 2^1 2^2 ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. 2^3 2^4. അപ്പൊ ഈ സീക്വൻസ് എങ്ങനെ വരും എന്ന് നമുക്ക് എഴുതി നോക്കാം. 2^1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 2 തന്നെ. 2^2 അതായത് 2 സ്ക്വയർ 2 × 2 4. 2 ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്യൂബ് എന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യുക, 2 × 2 × 3 വട്ടം 2നെ ഗുണിക്കുക. അപ്പോൾ 4 × 2 8 എന്ന് വരും. 2^4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വട്ടം 2നെ ഗുണിക്കുക. അപ്പോൾ ഒരു 2 ഇവിടെ വരുമ്പോൾ 8 × 2 16 എന്ന് വരും. ഇങ്ങനെ പോകുന്ന സീക്വൻസ്. ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ. അപ്പോൾ ഇവിടെ ഇത് രണ്ടെണ്ണം എടുത്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് എന്ത് വരും, 4 - 2 2 എന്ന് വരും. അടുത്തത് ഈ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ എന്ത് വരും, ഡിഫറൻസ് 8 - 4 4 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് എന്ത് എഴുതാം, there is no common difference. നേരത്തെ മാതിരി തന്നെ നോ കോമൺ ഡിഫറൻസ്, hence it is not arithmetic sequence എന്ന് എഴുതുക, അവസാനിപ്പിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. ഹാഫ്സ് ഓഫ് ഓഡ് നമ്പർ. ഓഡ് നമ്പറുകളുടെ പകുതി. അപ്പൊ നമ്മൾ ആദ്യം ഓഡ് നമ്പർ എന്തായിരുന്നു, ഒറ്റ സംഖ്യകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 3 5 7 9 അങ്ങനെ പോകുന്ന സംഖ്യകൾ ആണോ. അപ്പോൾ 1 3 5 7 ഇങ്ങനെ പോകുന്ന നമ്പർ. ഇതിന്റെ ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരും, ഇതിന്റെ ഹാഫാണ് ചോദിച്ചിട്ടുള്ളത്, ഡയറക്റ്റ് ഇതല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് എന്ത്, ഓഡ് നമ്പേഴ്സ് ഇതാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഹാഫ്സ് ഓഫ് ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ പകുതി. ഓക്കെ ആണോ. അപ്പോൾ 1ന്റെ പകുതി എന്ത് വരും, ഫസ്റ്റത്തെ നമ്പർ ആയിട്ടുള്ള 1ന്റെ പകുതി 1/2 വരും. അടുത്തത് 3യുടെ പകുതി 3/2, അല്ലെങ്കിൽ 3ന്റെ പകുതി എന്താ എഴുതാം നമുക്ക്, 1.5 എന്ന് എഴുതാം. ക്ലിയർ ആണോ. അടുത്തത് 5ന്റെ പകുതി എന്താ, 2.5. ഓക്കെ ആണോ. 7ന്റെ പകുതി എന്താ, 3.5. ഓക്കെ, അടുത്ത ഇവിടെ ആടെ ഉണ്ടാവും 9 ഉണ്ടാവും. 9ന്റെ പകുതി എന്താണ്, 4.5. അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നൊന്ന് നോക്കി നോക്ക്. അരിത്തമാറ്റിക് സീക്വൻസ് ആണോ. 1/2 - 1.5 ആവാൻ നമ്മൾ എന്താ ആഡ് ചെയ്തത്, 1 ആഡ് ചെയ്തത് ആണോ. 1/2 - 2.5 ആവാനും നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ആണ്. 2.5 - 3.5 ആവാനും ആഡ് ചെയ്യുന്നത് 1 ആണ്. ഇതൊക്കെ 1 ആണ്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്, 1 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ പിന്നെ ഒരു ഫസ്റ്റ് ടേമും ഉണ്ട് 1/2. അപ്പൊ അതെന്താണ്, ഹെൻസ് ഇറ്റ് ഈസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇതുവരെ ഓക്കെ ആണോ. ബാക്കി 2 ക്വസ്റ്റ്യൻസ് കൂടെ അവിടെ പെൻഡിങ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ ചോദിക്കാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, എനിവേ താങ്ക് യു.